എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്ഥത്തിലേക്ക് നടത്തുന്ന എക്സാമുകൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആൻസേഴ്സും കൂടാതെ അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തെ ചോദ്യം, തന്ത്രശാസ്ത്രത്തിൽ പ്രാണപ്രതിഷ്ഠയുടെ പ്രധാന അർത്ഥം എന്താണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ദേവതാ പ്രതിമയിലേക്ക് ചൈതന്യം ആവാഹിക്കൽ. പ്രാണ എന്നാൽ ജീവൻ, ശ്വാസം, ആത്മാവ് എന്നൊക്കെയാണ് അർത്ഥം. പ്രാണപ്രതിഷ്ഠ എന്നാൽ ജീവശ്വാസം സ്ഥാപിക്കൽ എന്നാണ്. പ്രാണപ്രതിഷ്ഠയിലൂടെ ദേവതാ പ്രതിമയിലേക്ക് ദേവൻ്റെ പ്രാണനെ അല്ലെങ്കിൽ സാന്നിധ്യത്തെ ആവാഹിക്കുന്നു എന്നാണ് സങ്കല്പം. അടുത്ത ചോദ്യം, പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രധാന ക്ഷേത്ര ഘടകങ്ങളേവ? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ധ്വജം, ഗർഭഗൃഹം, ബലിപീഠം, മണ്ഡപം, കുളം. ശിവലിംഗത്തിൽ നിന്നാണ് പഞ്ചഭൂതങ്ങളുടെ ഉത്ഭവം. പഞ്ച എന്നാൽ 5 എന്നും ഭൂതം എന്നാൽ മൂലകങ്ങൾ എന്നുമാണ് അർത്ഥം. ഭൂമിയുടെ നിലനിൽപ്പിന് അടിസ്ഥാനമായ മൂലധാതുക്കളായ ആകാശം, ഭൂമി, വായു, അഗ്നി, ജലം എന്നിവയാണ് പഞ്ചഭൂതങ്ങൾ. ക്ഷേത്രത്തിൻ്റെ അടിത്തറപീഠം ഭൂമിയെ പ്രതിനിധീകരിക്കുന്നു. ഗർഭഗൃഹം ആകാശത്തെയും, ധ്വജം വായുവിനെയും, മണ്ഡപം അഗ്നിയെയും, ക്ഷേത്രക്കുളം ജലത്തെയും സൂചിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, കേരളത്തിലെ ക്ഷേത്രങ്ങൾ വാഴ്ചാവകാശം എന്നത് പലതവണ ചർച്ചയായതിൻ്റെ കാരണം? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആചാരപരമായ പാരമ്പര്യങ്ങളുടെ ഇടപെടൽ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഹിന്ദു ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ശാസ്ത്രീയമായ രൂപരേഖ നൽകുന്നത്? ഉത്തരം ഓപ്ഷൻ സി, ശില്പശാസ്ത്രം. ഹിന്ദു ക്ഷേത്ര നിർമ്മാണത്തിന് ശാസ്ത്രീയമായ രൂപരേഖ നൽകുന്ന അടിസ്ഥാന ഗ്രന്ഥമാണ് മാനസാര ശില്പശാസ്ത്രം. അടുത്ത ചോദ്യം, പഞ്ചാരിമേളം എന്നത് എന്തിൻ്റെ ഭാഗമാണ്? ഉത്തരം ഓപ്ഷൻ ബി, ക്ഷേത്രവാദ്യകല. പഞ്ചാരിമേളം എന്നത് കേരളത്തിലെ ക്ഷേത്രവാദ്യകല എന്ന വിഭാഗത്തിൽപ്പെടുന്നു. ചെമ്പടവട്ടങ്ങളെ, ഒരു ചെമ്പടവട്ടം എന്നാൽ 8 അക്ഷരകാലങ്ങളാണ്. ഈ ചെമ്പടവട്ടങ്ങളെ അടിസ്ഥാനമാക്കി 5 കാലങ്ങളിൽ കൊട്ടുന്ന വളരെ വ്യക്തമായ കണക്കുകളുള്ള മേളമാണ് പഞ്ചാരി. ഇതിൻ്റെ സവിശേഷത ഈ മേളം ക്ഷേത്രം മതിൽക്കെട്ടിനകത്ത് മാത്രമേ നടത്തൂ എന്നാണ്. പഞ്ചാരി മേളം കൊട്ടുമ്പോൾ ഇടതുകൈയിൽ ചെണ്ടക്കോൽ പാടില്ലെന്നാണ് പതിവ്. ചെണ്ട, ഇലത്താളം, കൊമ്പ്, കുഴൽ എന്നീ 4 വാദ്യങ്ങളാണ് പഞ്ചാരി മേളത്തിൽ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മൂലവിഗ്രഹം എന്തിൽ നിർമ്മിച്ചിരിക്കുന്നു? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, കടുശർക്കര യോഗത്തിലാണ്. തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിലൊന്നാണ്. നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്നും കൊണ്ടുവന്ന 12,008 സാളാഗ്രാമങ്ങൾ പതിച്ച പീഠത്തിലാണ് ശ്രീ പത്മനാഭസ്വാമിയുടെ പ്രധാന പ്രതിഷ്ഠ. വിശേഷവിധിയായ കടുശർക്കര യോഗക്കൂട്ടിലാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. കരിങ്കല്ലിൽ തീർത്ത വിശാലമായ ശ്രീകോവിലിൽ 18 അടി നീളത്തിലാണ് പ്രധാന പ്രതിഷ്ഠ. 3 വാതിലുകളിലൂടെയാണ് ദർശനം. ആദ്യ വാതിലിലൂടെ തലയും നെഞ്ചും, നടുവിലെ വാതിലിലൂടെ നാഭിയിൽ നിന്നുള്ള താമരയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മാവും, 3-ാമത്തെ വാതിലിലൂടെ കാൽപ്പാത്തിനരികിൽ ലക്ഷ്മി ദേവിയും കാണാം. ഇവിടുത്തെ മുറജപം, ഭദ്രദീപം എന്നിങ്ങനെയുള്ള ആരാധനോത്സവങ്ങൾ പ്രശസ്തമാണ്. അടുത്തത്, തീയാട്ടം ഏത് കലാവിഭാഗത്തിൽപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി, അനുഷ്ഠാന കല. ദേവാലയങ്ങളിൽ നടത്തുന്ന ഒരു അനുഷ്ഠാന കലയാണ് തീയാട്ട്. ഇത് 2 വിധമുണ്ട്, അയ്യപ്പൻ തീയാട്ടും ഭദ്രകാളി തീയാട്ടും. തെയ്യാട്ടാണ് തീയാട്ടായതെന്ന് സങ്കല്പിക്കുന്നു. തീയാട്ടിൻ്റെ പ്രകടനത്തിന് കുറഞ്ഞത് 3 പേർ വേണം. കളമെഴുത്ത്, കഥാഭിനയം, കളം പൂജ, കളം പാട്ട്, കളത്തിലാട്ടം, തിരിയൊഴിച്ചിൽ എന്നിവ തീയാട്ടിൻ്റെ മുഖ്യ ചടങ്ങുകളാണ്. തീയാട്ടിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം പാറയാണ്. ചെണ്ടയും മറ്റു വാദ്യങ്ങളും ഇതിന് ഉപയോഗിക്കാറുണ്ട്. അടുത്തത്, പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, വീണയാണ്. കേരളത്തിൻ്റെ തനതു വാദ്യകലകൾ വളരെ പ്രസിദ്ധമായതാണ് പഞ്ചവാദ്യം. തിമില, മദ്ദളം, ഇടയ്ക്ക, കൊമ്പ്, ഇലത്താളം എന്നീ വാദ്യങ്ങളാണ് ഈ കലാരൂപത്തിൽ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, തത്വമസി എന്ന വാക്യം കാണപ്പെടുന്നത് ഏത് ഗ്രന്ഥത്തിൽ? ഉത്തരം ഓപ്ഷൻ ഡി, ഛാന്തോഗ്യോപനിഷത്ത്. അദ്വൈത പാരമ്പര്യത്തിൽ നിന്നുള്ള ഒരു സംസ്കൃത മന്ത്രമാണ് തത്വം അസി. അത് നീയാകുന്നു എന്നാണ് അർത്ഥം. അജ്ഞതയെ മാറ്റി ഞാൻ തന്നെയാണ് പരമാത്മാവ് എന്ന അറിവിലേക്കുള്ള അല്ലെങ്കിൽ ആത്മബോധത്തിലേക്കുള്ള വഴികാട്ടിയാണ് ഈ മഹാവാക്യം. ഛാന്തോഗ്യോപനിഷത്തിൻ്റെ 6-ാം അധ്യായത്തിലാണ് തത്വമസി. അതിൽ ആചാര്യനായ ഉദ്ദാലക അരുണി തൻ്റെ മകന് ബ്രഹ്മത്തിൻ്റെ സ്വഭാവം പഠിപ്പിക്കുന്നു. സാമവേദത്തിൽ ഉൾച്ചേർത്ത ഒരു സംസ്കൃത ഗ്രന്ഥമാണ് ഛാന്തോഗ്യോപനിഷത്ത്. ദേവസ്വം ബോർഡ് എക്സാമുകൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള മുൻവർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ നന്ദി, നമസ്കാരം.